നരേന്ദ്രമോദി സർക്കാരിൻ്റെ 11 വർഷമാണ് ഇത്. നേട്ടങ്ങളുടെ പട്ടിക നിരവധി നമുക്ക് നിരത്താനുണ്ട്. രാജ്യത്തിനകത്തായാലും പുറത്തേക്കായാലും സമ്പദ് വ്യവസ്ഥയിൽ 4-ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ്, നയതന്ത്ര ബന്ധത്തിലും എണ്ണിയാൽ തീരാത്തത്ര തരത്തിലുള്ള ബന്ധങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മുൻകാല ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2014 മുതൽ രാജ്യം അനുഭവിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് വിലയിരുത്താൻ പോയാൽ പറയുമ്പോൾ 2 വിഷയങ്ങളുണ്ട്. 2014 മോദിജി അധികാരത്തിൽ വന്ന ദിവസം ലണ്ടനിലെ ഗാർഡിയൻ പത്രം ഒരു വാർത്ത കൊടുത്തു. ഇന്നാണ് ഭാരതത്തിൻ്റെ റിയൽ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന്. അറിയാമല്ലോ, റിയൽ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. അന്ന് നെഹ്റു വന്ന് പ്രസംഗിച്ചോ പറഞ്ഞില്ലേ, 1947 ആ ജനങ്ങളിലേക്കുള്ള അധികാര കൈമാറ്റം യഥാർത്ഥത്തിൽ സംഭവിച്ചത് മോദി അധികാരത്തിൽ വന്ന ദിവസമാണെന്നാണ് ഭാരതത്തോടോ മോദിയോടോ ഒരു താല്പര്യവും പ്രത്യേകിച്ചില്ലാത്ത ആ ലണ്ടൻ പത്രം എഴുതിയത്. ഒരു കാര്യമാണ് അത് തന്നെ ചരിത്രപരമായ മാറ്റത്തിൻ്റെ സൂചനയായിരുന്നു. പിന്നെ അങ്ങ് ഈ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനെ കുറിച്ച് പോകുമ്പം നമ്മളൊരു കാര്യം ഓർക്കുക, രാജ്യത്തെ ജനങ്ങളത് വിലയിരുത്തി കഴിഞ്ഞു. 3 തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായും ജനം മോദിയോടൊപ്പമാണെന്ന് വന്നു. ഈ ലേറ്റസ്റ്റ് 24 തെരഞ്ഞെടുപ്പിൽ ചെറിയ സംഖ്യയിൽ കുറവുണ്ടായി സമ്മതിക്കുന്നു. എങ്കിൽ തന്നെ 3ാമതും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി എന്ന് ജനം പറഞ്ഞുവെങ്കിൽ നമ്മൾ 2 പേരെക്കാൾ വളരെയധികം, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന പലരെക്കാട്ടിലും ബുദ്ധിമതികളായ ഒരു ജനസമൂഹം എഴുതിയ വിധിയെ ആർക്കാണ് വെല്ലുവിളിക്കാൻ കഴിയുക? ഒന്ന്. രണ്ടാമത്, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം, ആദ്യത്തെ ഉത്തരം ഇതായിരിക്കും. ബാക്കി എല്ലാത്തിനും അപ്പുറം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതാണ് മോദിയുടെ പ്രഭാവം കൊണ്ട് ഭാരതത്തിനുണ്ടാകിയ 1ാമത്തെ നേട്ടം. അത് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. ഭാരതത്തിൽ പ്രധാനമന്ത്രി പദത്തിലിരുന്നുകൊണ്ട് ഇലക്ഷനെ നേരിട്ട ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയായിട്ട് ഇലക്ഷനെ നേരിട്ടിട്ടില്ല. ഇലക്ഷനെ നേരിടുമ്പം 1952 ഇലക്ഷന് അദ്ദേഹം ഓൾറെഡി പ്രധാനമന്ത്രി ആയിരുന്നു. ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇലക്ഷനെ നേരിട്ട് പ്രധാനമന്ത്രിയായ ആളല്ല, നെഹ്റു മരിച്ചപ്പോഴായ ആളാണ്. ഇന്ദിരാഗാന്ധി അങ്ങനെ പ്രധാനമന്ത്രി ആയ ശേഷം, ശാസ്ത്രി മരിച്ച ശേഷം പ്രധാനമന്ത്രി കസേരയിലിരുന്നുകൊണ്ട് തനിക്ക് വേണ്ടപ്പം ഇലക്ഷൻ നടത്തി വിജയിച്ച ആളാണ്. അങ്ങനെ വന്ന ഓരോ വ്യക്തികളും, ഇനിയും ചിലവരുണ്ട് അവർ പോലും സ്വപ്നം കാണാതെ, BP സിംഗ് ഒന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉയർത്തി കാണിച്ച് മത്സരിച്ച ആളല്ല. നരസിംഹറാവു അങ്ങനെയല്ല. കാരണം അന്ന് രാജീവ് ഗാന്ധിയെ ഉയർത്തി കാണിച്ചത്, കൊല്ലപ്പെട്ടു, നരസിംഹറാവിന് അവസരം കിട്ടി. പിന്നെ വന്ന ദവേഗ എവിടെയോ, ഐക്യ ഗുജറാളോ ഒന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉയർത്തി കിട്ടി വന്നയാളല്ല. അടൽ ബിഹാരി വാജ്പേയി തീർച്ചയായിട്ടും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. പൂർണ്ണ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. പിന്നീട് വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അങ്ങനെ പ്രധാനമന്ത്രിയാവുമെന്ന് ആരും കരുതിയിട്ടില്ല. സോണിയാഗാന്ധിക്ക് ആ കസേര കൊടുക്കരുത് എന്ന് അമേരിക്ക ആഗ്രഹിച്ചതിന് കാരണം വേറെയുണ്ട്. ഭാരതത്തിലെ ജനങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, സോണിയ എങ്ങനെങ്കിലും ആ കസേര കയറിയിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പം ചർച്ചയ്ക്ക് സമയമില്ലാത്ത അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതിനു മുമ്പ് KR നാരായണൻ്റെ മുമ്പിലും പോയതാണ്, എന്നെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ്. അന്ന് ഭൂരിപക്ഷം ഇല്ലാതായിപ്പോയി. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് APJ അബ്ദുൽ കലാം നിയമപരമായി പ്രധാനമന്ത്രിയാകുന്നതിനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് ഒരു
കൃത്യമായ നോ പറഞ്ഞതുകൊണ്ടാണ് ആ നാടകമൊക്കെ നടത്തിയിട്ട് മൻമോഹൻ സിംഗിനെ ആക്കിയത്. അതെന്തായാലും മൻമോഹൻ സിംഗും അത് പറഞ്ഞല്ല, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടല്ല. പക്ഷെ നരേന്ദ്രമോദി 2014 മത്സരിക്കുമ്പം ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മുന്നണി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടാണ് ഇലക്ഷൻ നേരിട്ടത്. ആ സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മത്സരിക്കുന്നതും അല്ലാതെ പുറത്തു നിന്ന് മത്സരിക്കുന്നതിനും വളരെയേറെ വ്യത്യാസമുണ്ട്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം അതിനുശേഷം ജനാധിപത്യ സംവിധാനങ്ങൾ, ഇലക്ഷൻ കമ്മീഷനെ ആണെങ്കിലും പത്രമാധ്യമങ്ങളെ ആണെങ്കിലും ഒക്കെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള പരമാവധി സാഹചര്യം കൊടുത്ത് വീണ്ടും 19 ഇലക്ഷൻ മത്സരിച്ചു, 24 ഇലക്ഷനും മത്സരിച്ചു. മറ്റുള്ളവർ ഉയർത്തുന്ന പരാതികളും വിമർശനങ്ങളും ഒക്കെ നമുക്ക് ഈ പരിമിതമായ ചർച്ചയിൽ മറുപടി പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അപ്പം ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണ സംവിധാനത്തെയും ജുഡീഷ്യറിയെയും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സംവിധാനങ്ങളെയും കൃത്യമായി സംരക്ഷിച്ചെന്നുള്ളതാണ്. അല്ലാതെ ഇന്ദിരാഗാന്ധിയൊക്കെ തല്ലി തകർക്കാൻ പോയില്ലെന്നുള്ളതാണ് മോദിയുടെ ഒന്നാമത്തെ നേട്ടം. അതുപോലെ തന്നെ പ്രധാനമാണ് കോവിഡ് പോലൊരു സാഹചര്യം വന്നപ്പോഴും പഹൽഗാമിന് ശേഷമുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിലും പോലും ഇന്ദിര ചെയ്തതുപോലെ അടിയന്തരാവസ്ഥയിലേക്കൊന്നും മോദി പോയില്ല. അതും ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ. ഇനി ഞാൻ വരുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ, ഞാൻ ഓർക്കുന്നത് അക്കാലത്ത് ഹുക്കുംദേവ് നാരായൺ യാദവ് എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള MP ഉണ്ട്, പ്രായമുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം MP അല്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മോദി അധികാരത്തിൽ വന്ന വർഷം ഗർഭിണികളായ സ്ത്രീകൾക്ക് പോഷകാഹാരം ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി 500 രൂപ മാസം കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി. അതിനപ്പുറത്തേക്ക് പോവുക, എല്ലാ സാധാരണക്കാരനും പാവപ്പെട്ട വീടുകളിലേക്കും ആ അക്കൗണ്ട് എത്തിച്ചു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാത്രമോ, രാജ്യത്ത് ഭരണ സംവിധാനത്തിൽ നിന്ന് ഈ സാധാരണക്കാർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളും സൗജന്യങ്ങളും നേരിട്ട് വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഏർപ്പാടാക്കി. ഓർക്കണം, അന്ന് പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവിടെ നിന്ന് 1 രൂപ കേന്ദ്രത്തിൽ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ടവൻ്റെ പോക്കറ്റ് വരുമ്പം 15 പൈസ ഉണ്ടാവുള്ളൂ പറഞ്ഞത്. 85 പൈസയും പോകുന്നതിന് പകരം അത് ആ പോക്കറ്റിലെത്തുന്ന സാഹചര്യം വന്നു. അത് രണ്ടാമത്, അത് ഭാരതത്തിലുണ്ടായ ഏറ്റവും വലിയ വികസനത്തിൻ്റെ സാഹചര്യത്തിൽ ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്. നമ്മളത് കണ്ടു, കോവിഡ് കാലത്ത് പോലും കണ്ടു. ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 500 രൂപ വെച്ച് കൊടുക്കുന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് എല്ലാവരുടെയും പേരിലെ പൈസ ഉണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്നു. അതാണ് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം വേണം, എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം, എല്ലാവരുടെയും പ്രയത്നം ഉണ്ടാവണമെന്ന് പറഞ്ഞ ശേഷമാണ് ഭാരതം 100 വർഷമാകുന്ന സമയത്ത് 2047 വികസിത ഭാരതത്തിലേക്ക് വളരണം, അതിന് ആത്മനിർഭര ഭാരതം ഉണ്ടാകണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു. ഇതൊന്നും മാത്രമല്ല, ഈ സന്ദർഭത്തിൽ ഉക്രൈനിൽ പെട്ടുപോയ വിദ്യാർത്ഥികളെ, കോവിഡ് കാലത്ത് ചൈനയിൽ പെട്ടുപോയവരെ, എവിടെ നിന്നെല്ലാമാണ് ഭാരതീയ നമ്മുടെ പ്രവാസികൾ അപകടങ്ങളിൽ പെട്ടപ്പോഴൊക്കെ സഹായിക്കാൻ ഒരു രാജ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വളർച്ചയുടെ കാലഘട്ടത്തിലും അങ്ങ് പറഞ്ഞ പോലെ സാമ്പത്തിക വികസനമൊക്കെ ഉണ്ടായപ്പം പ്രവാസിക്ക് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നയാളിന് അഭിമാനപൂർവ്വം അവിടെ ഞാൻ ഭാരതീയനാണെന്ന് പറയാൻ കഴിയുന്നു. സാമ്പത്തിക രംഗത്തെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരും ആവർത്തിക്കുന്ന കാര്യമാണ്. ഇവിടെ ചില വ്യക്തികളുണ്ട് കേരളത്തിൽ, അതായത് GDP വളരുന്നുണ്ട്. അതൊന്ന് ആലോചിക്കണം, ലോകത്തെ മൊത്തം GDP പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഭാരതം ഉയരുന്നത്. അത് തന്നെയാണ് അമേരിക്കയെ പോലുള്ള ചില ചൈനയും ഒക്കെ ചിന്തിക്കുന്നത്. അവർ താഴോട്ട് പോകുമ്പം
അവരുടെ വളർച്ച നിരക്കാണ് ഞാൻ പറയുന്നത്. താഴോട്ട് പോകുമ്പം ഭാരതം ഉയരുന്നു. അവിടെ ചോദിക്കുന്നത് GDP സംബന്ധിച്ചു. പക്ഷെ പെർ ക്യാപിറ്റ ഇൻകം വന്നു. പെർ ക്യാപിറ്റ ഇൻകം കമ്പയർ ചെയ്യാൻ പോകുന്നവർ പെർ ക്യാപിറ്റ ഡെപ്റ്റ്, അതായത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആളോഹരി വരുമാനം താരതമ്യം ചെയ്യുന്നവർ ഈ പറയുന്ന രാജ്യങ്ങളിലെ ആളോഹരി കടം കൂടെ രാജ്യത്തെ പൊതുകടത്തെ ആളോഹരിയായിട്ട് വീതിച്ചെലുത്തണമെന്ന് നോക്കണം. തന്നെയല്ല പർച്ചേസിങ് പവർ പാരിറ്റി, ഈ കാര്യത്തിലൊക്കെ ഭാരതം വളർന്നു. ഇതിനൊക്കെ അപ്പുറമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടു. പ്രതിരോധത്തിൻ്റെ മേഖലയിൽ പാകിസ്ഥാനും ചൈനയും ഒരു പരിധി വരെ അമേരിക്കയുടെ വരെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ പടപൊരുതാൻ നോക്കിയിട്ടും അവസാനം എങ്ങനെങ്കിലും ഒന്ന് നിർത്തിത്തരണേ. ഭാരതം ആവർത്തിച്ച് പറഞ്ഞതാണ്, ഞങ്ങൾ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർത്തു, പകൽഗാവിന് മറുപടി തന്നു, ഇവിടെ നിർത്തിക്കോ, പോരാ, പിന്നെ അടി കൊടുക്കണമെന്ന് പറഞ്ഞു. കൃത്യമായി ഭാരതം പ്രതികരിച്ചു. ഇപ്പം പാകിസ്ഥാൻ പറയുന്നത് എന്താ? നിങ്ങൾ പറഞ്ഞത്രയല്ല, 9ഉം 11ഉമാണ് 9 ഭീകര കേന്ദ്രങ്ങളും 11 സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായിട്ട് ഭാരതം അവകാശപ്പെട്ടത്. അതിൽ കൂടുതൽ 7 പിന്നെ ഉണ്ടെന്ന് അവർ പറയുന്നത്. അതുപോലെ മന്ത്രി ജയശങ്കർ യൂറോപ്യൻ യൂണിയനിൽ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നു, അവരുടെ 8 വിമാനത്താവളങ്ങൾ അത് പ്രവർത്തന യോഗ്യമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. അവിടുന്ന് ഫ്ലൈറ്റ് ഉയരാൻ സാധ്യതയില്ല പോലും. അവിടെ ചെന്ന് അവിടെ ഹായങ്കറിലുള്ള വിമാനങ്ങളുടെ എണ്ണം നിങ്ങൾ നോക്കിക്കോളാനാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തമായൊരു പ്രഹരം പാകിസ്ഥാനും ചൈനയും കൂടെ ഒന്നിച്ച് നിന്നിട്ടും കൊടുക്കാൻ കഴിഞ്ഞ ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇത്രയും വളർന്നതിൻ്റെ പിന്നിൽ സാമ്പത്തികമായും പ്രതിരോധപരമായും മറ്റ് വൈജ്ഞാനിക മേഖലയിലും എല്ലാ ആലോചിച്ച് നോക്കണം. കോവിഡ് കാലത്ത് വാക്സിൻ്റെ കാര്യത്തിലുണ്ടായ കാര്യം അത് കോവിഡ് വാക്സിൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല, ലോകം മുഴുവൻ വിതരണം ചെയ്തു. അതുകൊണ്ട് ഭാരതം വളരുന്നു. 11 വർഷം കൊണ്ട് വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അങ്ങ് ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ചില കാര്യങ്ങൾ, യൂണിഫോം സിവിൽ കോഡ്, 1 കൺട്രി 1 ഇലക്ഷൻ, കള്ളപ്പണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കൽ തുടങ്ങിയ ചില കാര്യങ്ങൾ നടന്നു പോയിട്ടില്ല എന്നുള്ള കാര്യം, ചില കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, ഡൊണാൾഡ് ട്രംപിന് പറ്റിയത് ഇപ്പോൾ അത് തന്നെയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ പിടിച്ചുയർത്താൻ വേണ്ടി അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ, ആശയങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തെ ടൈമിൽ വന്നപ്പോൾ അതൊക്കെ ഇടത്തും വലത്തും നോക്കാതെ, അതിൻ്റെ പ്രതിഫലനങ്ങൾ പോലും ചിന്തിക്കാതെ വളരെ വേഗം പോകാൻ തുടങ്ങിയപ്പോഴുള്ള ചില പിടിച്ചിരുത്തലാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മോദി പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കണക്ക് കൂട്ടി കൃത്യമായി മുൻഗണനകൾ മാർക്ക് ചെയ്ത്, ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ, GST കൊണ്ടുവന്നത്, അതൊക്കെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ്. ആർട്ടിക്കിൾ 370, CAA, കർഷക ബില്ല് കൊണ്ടുവന്ന് പിന്നോട്ട് കൊണ്ടുവേണ്ടി വന്നെങ്കിലും അതും ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിരുന്നു. ഒന്നും വേണ്ട, ഭാരതത്തിൽ ഉടനീളം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, കരമാർഗവും കടൽ മാർഗവും എല്ലാം ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം വളരുന്ന വളർച്ച എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം ഭാരതത്തിൻ്റെ 2047 ആ പൂർണ്ണ വികസിത ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനുള്ള അമൃതകാലമാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഉറപ്പ് തരുന്നതാണെന്നാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.